നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം ഒരു മത്തങ്ങ മെഴുക്കുവരട്ടി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കുക. അതിൽ ഒരു സബോള അരിഞ്ഞ് വെക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അരിഞ്ഞ് വെക്കുക. ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് അത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് സബോള അരിഞ്ഞ് വെച്ച് ചേർത്ത് വഴറ്റുക. അതിനുശേഷം സബോള ബ്രൗൺ നിറമൊന്നും ആകണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കുക. അത് ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ അരിഞ്ഞത് ചേർക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതിലേക്ക് മത്തങ്ങയും ഇഞ്ചിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞ് മത്തങ്ങ ഇടാവുള്ളൂ. മത്തങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർക്കുക. അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, കുരുമുളക് പൊടിയും ചേർക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി വെക്കണം. ഇളക്കി വെച്ച് മൂടി വേവിക്കുക. മത്തങ്ങയിൽ വെള്ളമുള്ള കാരണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അന്ന് 15 മിനിറ്റ് ശേഷം മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം ആ മൂടി തുറന്ന ശേഷം അത് വെന്ത് നോക്കുക. വെന്ത ശേഷം ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും എടുത്തിട്ട് നമുക്ക് സ്വാദിഷ്ടമായ മെഴുക്കുവരട്ടി ചോറിനൊപ്പം കൂട്ടാവുന്നതാണ്. നല്ലൊരു ഡിഷാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ അറിയിക്കണം. അപ്പം അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.